ഹലോ നമസ്കാരം. ഇന്ന് ഒരു സ്പെഷ്യൽ ഹലോ നമസ്കാരം ഒരാൾക്ക് വേണ്ടിയിട്ട്. നിഹാൻഷിന്. ബാംഗ്ലൂർ നീതു ചന്ദ്രോത്തിൻ്റെ മോനാണ് കേട്ടോ നിഹാൻഷ്. ഞാൻ ഈ ബിഗിനിങ്ങിൽ പറയണ ഹലോ നമസ്കാരം കേട്ടിട്ട് നിഹാൻഷ് ഒരു കുഞ്ഞു മോനാട്ടോ. ഒരു ദിവസം അത് മാത്രമായിട്ടൊരു വോയിസ് നോട്ട് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. നീതു ആദ്യമായിട്ടാണ് എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടത്തിൽ മോൻ്റെ വക ഒരു വോയിസ് നോട്ടും. അപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇങ്ങനെ ഒരുപാട് മെസ്സേജുകളുടെ രൂപത്തിലും കോളിൻ്റെ രൂപത്തിലും ഇതുപോലത്തെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഹലോ നമസ്കാരങ്ങളുടെ രൂപത്തിലൊക്കെ ഒരുപാട് സ്നേഹം എനിക്ക് കിട്ടുമ്പോൾ പലപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് തിരിച്ചെന്താ പറയേണ്ടതെന്ന് അറിയില്ല. നമ്മൾ പലപ്പോഴും ഒരു കോംപ്ലിമെൻറ്റ് റിസീവ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതുമാതിരി തന്നെ സ്നേഹം റിസീവ് ചെയ്യാൻ പലപ്പോഴും നമുക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്ത സിറ്റുവേഷൻ ഉണ്ടാവാറില്ലേ? അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷനിലൂടെ എനിക്ക് മിക്കവാറും കടന്നു പോകാൻ പറ്റാറുണ്ട്. അതൊക്കെ നിങ്ങൾ തരുന്നതാണ് കേട്ടോ. ഇപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച എനിക്ക് അത്ര വയ്യാത്ത ഒരു വീക്കായിരുന്നു. ഫിസിക്കലി കുറച്ച് ഡൗൺ ആയിരുന്നു ഞാൻ. ആ സമയത്ത് എനിക്ക് വന്നിട്ടുള്ള ഓർഡേഴ്സ് ഈ പറഞ്ഞ മാതിരി ഞാൻ കാണാത്ത എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെയാണ്. വിജിത സിംഗപ്പൂരിൽ നിന്ന്, അതുപോലെ പിന്നെ അഞ്ജലി ബോംബെയിൽ നിന്ന്, പിന്നെ അംബ്ലി രാഹുൽ, ഇങ്ങനെയുള്ള കുറച്ച് പേര്. ഇനിയിപ്പോൾ ആരുടെയൊക്കെ പേര് ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും കേട്ടോ. എൻ്റെ മെമ്മറിയുടെ കാര്യം അങ്ങനെയാണ്. പെട്ടെന്ന് ഈ ഒരു റീല് ചെയ്യുമ്പോൾ വെപ്രാളപ്പെട്ട വർത്താനം പറയുക, ഇത് എഴുതി വെച്ച് പറയണമല്ലോ, പെട്ടെന്ന് വിട്ടുപോണതാണ് കേട്ടോ, സോറി. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ ഇവരുടെയൊക്കെ ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ എനിക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഡേറ്റിലേക്ക് അത് പോസ്റ്റ്പോൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അതായത് അവർക്കിപ്പോൾ വേറെ ഓപ്ഷൻസ് എടുക്കാൻ വേണമെങ്കിൽ, പക്ഷെ അങ്ങനെയല്ലാണ്ട് കൂടെ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലാക്കി കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, സാരമില്ല പോട്ടെ, ലേറ്റായിട്ട് തന്നാൽ മതി, അല്ലെങ്കിൽ ചേച്ചിക്ക് നന്നായിട്ട് ഓക്കെ ആയി എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം. അതുല്യയുടെ പേരും പറയാൻ കിട്ടോ അതിനിടയ്ക്ക്, അത് വിട്ടുപോയി. അങ്ങനെ ആരൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ആർക്ക് കിട്ടും ഈ ഒരു ഭാഗ്യം എന്ന് എനിക്കറിയില്ല. അല്ലെങ്കിൽ കുറേ പേർക്ക് കിട്ടുന്നുണ്ടാവില്ലേ. അതുപോലെ പറയാൻ വിട്ടുപോയത്, എനിക്കിങ്ങനെ വയ്യാത്ത സമയത്ത് കാഷ്വലി ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് മെസ്സേജുകൾ വന്നിട്ടുണ്ടായിരുന്നു പലരുടെയും. അപ്പോൾ വയ്യാന്നറിഞ്ഞിട്ട് അവരത് അടുത്ത ദിവസങ്ങളിലൊക്കെ അന്വേഷിച്ചു, ഓക്കെ ആയോ എന്നൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്കത് സിംപ്ലി ഇഗ്നോർ ചെയ്ത് പോവാം, അല്ലെങ്കിൽ മറന്നു പോകാവുന്ന കാര്യമാണ്. പക്ഷേ ഓർത്തെടുത്തിട്ട് അങ്ങനെ ചോദിച്ചിട്ടുള്ള ജിൻസി, അതുപോലെ ദീപ, അങ്ങനെ പലരും. അപ്പോൾ ഇവർക്കൊക്കെ നിറയെ സ്നേഹം മാത്രമേ എനിക്ക് തിരിച്ചു തരാനുള്ളൂ. ഒരുപാട് സന്തോഷം, ഒരുപാട് ഗ്രേറ്റ്ഫുള്ളാണ്. ഈയൊരു പേജാണ് എനിക്ക് ഇത്രയും എല്ലാം നേടി തന്നിട്ടുള്ളത് കേട്ടോ. താങ്ക് യു സോ മച്ച് എവ്രി വൺ ആൻഡ് ലവ് യു ഓൾ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.